ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് സ്നേഷ വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഡേ 6 ഓഫ് അവർ ബുക്ക് റീഡിംഗ് ചലഞ്ച്. സോ ഇന്ന് 6ാമത്തെ ദിവസമാണ് നമ്മൾ ബുക്ക് വായിക്കുന്ന 6ാമത്തെ ദിവസം. സോ നമ്മൾ വായിക്കുന്നത് ഓഷോയുടെ ദ ബുക്ക് ഓഫ് വുമൻ ആണ്. KPS സമുദ്ര പരിഭാഷ ചെയ്ത സ്ത്രീ എന്ന ഈ ബുക്കാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളിലൂടെ അതിലൊരു കാര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു ബുക്കാണ് ഇത്. സ്ത്രീയെക്കുറിച്ച് ഉള്ള പല രീതിയിലും എല്ലാവരും ചർച്ച ചെയ്യപ്പെടാത്ത ഒരു കാറ്റഗറി ഓഫ് ബുക്കാണ് ഇത്. ചർച്ച ചെയ്യപ്പെടാത്ത ബുക്കല്ല, സ്ത്രീയെക്കുറിച്ച് വളരെ എന്താ പറയുക, ചർച്ച ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കുന്ന ഒരു ബുക്കാണ് ഓഷോയുടെ സ്ത്രീ എന്ന് പറയുന്ന ഈ പുസ്തകം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഡേ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫ് മുതലാണ് വായിക്കുന്നത്. വായിക്കാം. അപ്പൊ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങൾ സ്വീകരിക്കുക സാധ്യമാണ്, പക്ഷേ 10,000 വർഷത്തെ അടിമത്തം ആ ഋതുവിനൊരു മാറ്റവുമല്ല. സ്ത്രീ കലഹിക്കുകയാണ് വേണ്ടത്, കീഴടങ്ങുകയല്ല. പുരുഷൻ ഭൂമുഖത്തെ ഏറ്റവും കാമാർത്ഥനായ ജീവിയാണ്. എല്ലാ ജീവികളിലും ആണിനും പെണ്ണിനോട് താല്പര്യം തോന്നുന്ന ഒരു കാലമുണ്ട്. ഇത് ആഴ്ചകളാവാം, ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ആവാം. അത് കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ അവർ സെക്സിനെ കുറിച്ച് മറക്കും, പ്രജനനത്തെ കുറിച്ചും മറക്കും. അതുകൊണ്ടാണ് അവർക്കിടയിൽ ജനസംഖ്യാ പ്രശ്നം ഉണ്ടാകാത്തത്. മനുഷ്യൻ മാത്രമാണ് വർഷം മുഴുവനും ലൈംഗികമായി ഉണർന്നിരിക്കുന്നത്. മറ്റുള്ളവർ അടിച്ചേൽപ്പിക്കുന്ന വേദന സ്വീകരിക്കണമെന്ന് സ്ത്രീകളോട് പറയാൻ എനിക്കാവില്ല. ദുഃഖത്തിന്റെ മഞ്ഞുകാലം നിങ്ങൾ നിരാകുലരായി കണ്ടുനിൽക്കും. എന്തിന്? മാറ്റിയെടുക്കാൻ കഴിയുമ്പോൾ കണ്ടുനിൽക്കുന്നത് എന്തിന്? മാറ്റാൻ കഴിയാത്തതു മാത്രം, പ്രകൃതിദത്തമായതു മാത്രം പ്രശാന്തമായി കണ്ടുനിൽക്കുക. മറ്റുള്ളവൻ അടിച്ചേൽപ്പിക്കുന്ന പീഡനങ്ങൾക്കെതിരെ കലഹിക്കുക. സ്ത്രീയാവട്ടെ, പുരുഷനാവട്ടെ, അമ്മയാവട്ടെ, അച്ഛനാവട്ടെ, പുരോഹിതനാവട്ടെ, പ്രൊഫസറാവട്ടെ, ഭരണകൂടമാവട്ടെ, സമൂഹമാവട്ടെ, പ്രതിഷേധിക്കുക. പ്രതിഷേധിക്കുന്ന ഒരാത്മാവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ജീവിക്കുന്നില്ല. ജീവിതം എന്ന പദത്തിന്റെ ശരിയായ അർത്ഥത്തിൽ വേദനകൾ ഏറെയും നിങ്ങൾ സ്വയം ഭരിച്ചതാണ്. ശരിയാണ്, നിങ്ങളുടെ എല്ലാ വ്യഥകളും വേദനകളും അവയിലധികവും മറ്റുള്ളവർ അടിച്ചേൽപ്പിച്ചതല്ല. അടിച്ചേൽപ്പിച്ചതാണെങ്കിൽ അതിനെതിരെ കലഹിക്കുക. സ്വയം വരിച്ചതാണെങ്കിൽ അവ ഉപേക്ഷിക്കുക. നിങ്ങൾ വലിച്ചെറിയുന്നത് മറ്റുള്ളവർ കാണട്ടെ. ഒരു വേള അവർക്കും മനസ്സിലായേക്കും എന്തിന് അനാവശ്യമായി സഹിക്കുന്നു. നിങ്ങളുടെ അസൂയയും കോപവും ദുരയും അഭിവാച്യയുമെല്ലാം നിങ്ങൾക്ക് നൽകുന്നത് വേദനയാണ്. ആ വേദന നിങ്ങൾ സ്വയം വരിച്ചതാണ്. ഉള്ളിലെ വിഷഗ്വരൻ രോഗശമനത്തിനായേക്കുന്ന കൈപ്പുറ്റ കഷായമാണത്. ജിബ്രാൻ വീണ്ടും ആശ്വസിപ്പിക്കുകയാണ്. അടിച്ചേൽപ്പിച്ചതും സ്വയം വരിച്ചതും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹം വ്യക്തമാക്കുന്നില്ല. അതുകൊണ്ട് വിശ്വഗ്വരനെ വിശ്വസിക്കുക. അവൻ നൽകുന്ന ഔഷധം ശാന്തം നിശബ്ദം പാനം ചെയ്യുക. പക്ഷെ ഓർക്കുക, ഉള്ളിലെ വിശ്വഗ്വരനെ വിശ്വസിക്കാനാണ് പറയുന്നത്, ഭർത്താവിനെയോ ഭരണകൂടത്തെയോ അല്ല. അവർ നിങ്ങൾക്കുമേൽ വേദന അടിച്ചേൽപ്പിക്കുന്നു, നിങ്ങളെ സുഖപ്പെടുത്താനല്ല, നിങ്ങളെ തകർക്കാൻ. കൂടുതൽ തകർന്നാൽ നിങ്ങളെ എളുപ്പത്തിൽ കീഴ്പ്പെടുത്താം. അപ്പോൾ പ്രതിഷേധത്തെക്കുറിച്ച് ഭയക്കേണ്ടതില്ല. അതുകൊണ്ട് വിഷഗ്വരൻ ആരാണെന്ന് ഓർക്കുക. പ്രകൃതിയാണ് സുഖപ്പെടുത്തുന്നത്, കാലമാണ് മുറിവുണക്കുന്നത്. നിങ്ങൾ കാത്തിരിക്കുക, വെറുതെ കണ്ടു നിൽക്കുക. എന്താണ് പ്രകൃതിദത്തമെന്നും എന്താണ് കൃത്രിമമെന്നും വ്യക്തമായി മനസ്സിലാക്കുക. അവന്റെ കരങ്ങൾ കടുത്തതാണെങ്കിലും അവ നിയന്ത്രിക്കുന്നത് അഗോചരമായതിന്റെ മൃദുകരങ്ങളാണ്. അവന്റെ കോപ്പ അധരങ്ങളെ പൊള്ളിക്കുമെങ്കിലും അതുണ്ടാക്കിയത് കുംഭാരന്റെ കണ്ണീരിൽ കുഴച്ചെടുത്ത കളിമണ്ണുകൊണ്ടാണെന്നറിയുക. പ്രകൃതിദത്തമായതിനെതിരെ ഒരു കലാപവും സാധ്യമല്ല. അതറിയുന്നവന് പരിതപിക്കേണ്ടി വരില്ല. അവ അവന് നന്ദിപൂർവ്വം സ്വീകരിക്കാനാവുന്നു. ദൈവികതയുടെ അദൃശ്യകരങ്ങളാണ് നിങ്ങളെ സുഖപ്പെടുത്തുന്നത്, ബോധത്തിന്റെ ഉത്തുംഗ മണ്ഡലത്തിലേക്ക് ഉയർത്തുന്നത്. എന്നാൽ കൃത്രിമമായതിന് കീഴടങ്ങുന്നത് സ്വന്തം ആത്മാവിനെ ഉന്മൂലനം ചെയ്യുന്നതിന് സമമാണ്. അടിമയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണ്. സ്ത്രീകളെ നിർബന്ധ വീഴ്ചയ്ക്ക് വിധേയരാക്കുകയോ ബലാത്കാരം ചെയ്യുകയോ കൊല്ലുകയോ മുറിപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ള എല്ലാ പുരുഷന്മാരോടും അടക്കാനാവാത്ത പകയും പ്രതികാരവാജ്ഞയും എന്റെ ഉള്ളിൽ ആഴത്തിൽ മറഞ്ഞു കിടക്കുന്നതായി ഞാൻ അറിയുന്നു. ഇത് ജന്മങ്ങളായി ഞാൻ ഉള്ളിൽ കൊണ്ടു നടക്കുന്നതായും എനിക്ക് അനുഭവപ്പെടുന്നു. ഇത് അനാവരണം ചെയ്ത് കിഴവിയായ കലിക അല്ലെങ്കിൽ കിഴവിയായ ഇത് നോക്കൂ, ഇതിങ്ങനെ വായിക്കണ്ടേ?
കിഴവിയായ കലിക വിച്ച്. ഇതെന്താ ഈ വിച്ച് എന്നുള്ളത് എന്തിനാ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്? ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ബിലോ. എനിക്കറിയില്ല കേട്ടോ, ഇത് സെർച്ച് ചെയ്യണ്ടേ. നിങ്ങൾക്കറിയാം, നിങ്ങൾ കമന്റിലിട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഈ അർത്ഥം എവിടെയെന്ന് ചോദിക്കുമ്പോൾ കമന്റ് എടുത്ത് നോക്കാലോ, പെട്ടെന്ന് കിട്ടുമല്ലോ. എനിക്കറിയില്ല കേട്ടോ സത്യം. കലികയോട് സൗഹൃദം സ്ഥാപിക്കാൻ എന്നെ സഹായിക്കുമോ? ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ വിച്ച് ബ്രാക്കറ്റ് കൊടുത്തിട്ടില്ലേ, അതെന്താണെന്ന് കേട്ടോ. വിച്ച് എന്ന പദം ക്രൈസ്തവ സഭയാണ് നിന്യമെന്ന് വരുത്തിയത്. അതിനു മുമ്പ് അത് ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന പദമായിരുന്നു. മിസ്റ്റിക് എന്ന പദം പോലെ ജ്ഞാനവൃദ്ധ എന്നായിരുന്നു വിച്ച് എന്ന പദത്തിന് അതുവരെ കൽപ്പിക്കപ്പെട്ടിരുന്ന അർത്ഥം. എന്നാൽ മധ്യകാലയുഗത്തിൽ ക്രൈസ്തവ സഭയ്ക്ക് വലിയൊരു അപകടത്തെ അഭിമുഖീകരിക്കേണ്ടി വന്നു. പോപ്പിനേക്കാളും ബിഷപ്പിനേക്കാളും ഒക്കെ വളരെയേറെ ജ്ഞാനികളായ അനേകായിരം സ്ത്രീകൾ അന്ന് സമൂഹത്തിലുണ്ടായിരുന്നു. മനുഷ്യജീവിതം മാറ്റി തീർക്കാനുള്ള കല അവർക്ക് വശമായിരുന്നു. അവരുടെ തത്വശാസ്ത്രങ്ങൾക്ക് ആധാരം സ്നേഹം, ലൈംഗികോർജ പരിവർത്തനം എന്നീ 2 ഘടകങ്ങളായിരുന്നു. ഇവ രണ്ടും പുരുഷനിലേറെ വഴങ്ങുക സ്ത്രീകൾക്കാണ്. കാരണം സ്ത്രീ അമ്മയാണ് എപ്പോഴും. പിഞ്ചു പെൺകുഞ്ഞിൽ പോലും മാതൃഭാവം നമുക്ക് കാണാൻ കഴിയും. മാതൃത്വം എന്നത് പ്രായവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, അത് സ്ത്രീത്വത്തിന്റെ ഭാഗമാണ്. പരിവർത്തനത്തിന് സ്നേഹനിർഭരമായ അന്തരീക്ഷമാണ് ആവശ്യം. ഊർജത്തിന്റെ മാതൃസഹജമായ പരിവർത്തനം. ജ്ഞാനികളായ ഈ സ്ത്രീകൾ അങ്ങനെ ക്രൈസ്തവ സഭയുടെ പ്രതിയോഗികളായി. അവരുടെ കഴിവിന് പകരമായി ക്രൈസ്തവ സഭയ്ക്ക് യാതൊന്നും നൽകാനുണ്ടായിരുന്നില്ല. പക്ഷേ സഭയ്ക്ക് അധികാരമുണ്ടായിരുന്നു. സഭ ഈ വിച്ചുകളെ നശിപ്പിക്കാൻ നിശ്ചയിച്ചു. പക്ഷേ എങ്ങനെ? ഒരുത്തിയെയല്ല, ആയിരക്കണക്കിന് സ്ത്രീകളെയാണ് നശിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ആരൊക്കെയാണ് വിച്ചുകളെന്ന് നിശ്ചയിക്കാൻ അവർ ഒരു കോടതിക്ക് രൂപം കൊടുത്തു. ആളുകളുടെ മേൽ സ്വാധീനമുള്ളവരെന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞവരെയൊക്കെയും അധികാരികൾ പിടികൂടി. വിച്ചാണെന്ന് ഏറ്റു പറയും വരെ അവരെ ക്രൂരമായി പീഡിപ്പിച്ചു. ക്രിസ്ത്യൻ മനസ്സിലും ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലും വിച്ച് എന്ന പദത്തിന്റെ വിവക്ഷ അപ്പോഴേക്കും വളരെയേറെ മാറിക്കഴിഞ്ഞിരുന്നു. ചെകുത്താനുമായി വേഴ്ചയിൽ ഏർപ്പെടുന്നവൾ എന്നായി വിച്ച് എന്ന പദത്തിന്റെ അർത്ഥം. സ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തുന്ന ഏതെങ്കിലും ചെകുത്താനെ കുറിച്ച് ഇപ്പോൾ നാം കേൾക്കാറില്ല. ഒന്നുകിൽ അവരെല്ലാം പാതിരിമാരായി മാറിക്കാണണം, അല്ലെങ്കിൽ ബ്രഹ്മചാരികൾ. ചെകുത്താനുമായി വേഴ്ചയിൽ ഏർപ്പെട്ടുവെന്ന് ആക്ഷേപിക്കപ്പെട്ടവരിൽ ഏറിയ കൂറും കിഴവികളായിരുന്നു. ഈ ആക്ഷേപം യുക്തിക്ക് നിരക്കുന്നതല്ലെന്ന് കാണാം. സുന്ദരികളായ യുവതികൾ എമ്പാടുമുള്ളപ്പോൾ ചെകുത്താൻ എന്തിനു കിഴവികളെ തേടി പോകണം? ജ്ഞാനവൃദ്ധയായി തീരാൻ ദീർഘകാലത്തെ ശിക്ഷണവും പരിശീലനവും ദീർഘമായ അനുഭവങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് ഒരു സ്ത്രീ വിച്ചായി തീരുമ്പോഴേക്കും കിഴവിയാകുക സ്വാഭാവികം. ക്രൈസ്തവ സഭ ഈ പാവം കിഴവികളെ പീഡിപ്പിച്ചു. അവരെ കൊണ്ട് തങ്ങൾ ചെകുത്താനുമായി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുന്നവളാണെന്ന് ഏറ്റുപറയിച്ചു. നിരന്തരമായ ദണ്ഡനത്തിലൂടെ ഒരാളെ കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും ഏറ്റു പറയിക്കാൻ കഴിയും. ജീവിതം മുഴുവനും തുടർന്നേക്കാവുന്ന നിത്യമായ ദണ്ഡനത്തിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റുപറയുന്നതാണ് നല്ലതെന്ന് ഒരു ഘട്ടം കഴിഞ്ഞാൽ എത്ര ചെറുത്തു നിൽക്കുന്നവനും തോന്നും. അപ്പോൾ പിന്നെ പാവം കിഴവികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? ഏറ്റുപറഞ്ഞവരെ കോടതിയിൽ ഹാജരാക്കും. പോപ്പിന്റെ പ്രത്യേക കോടതി. ആ കോടതിയിൽ അവർ കുറ്റം സമ്മതിക്കുന്നു. കുറ്റമാണെങ്കിലോ ക്രിസ്തീയ വിശ്വാസത്തിന്റെ കണ്ണിൽ ഏറ്റവും ഹീനമായതും ആ കുറ്റത്തിനുള്ള ശിക്ഷ പ്രതിയെ ജീവനോടെ കൊല്ലലാണ്. ഇനിയൊരു സ്ത്രീയും വിച്ചാവാൻ ധൈര്യം കാണിക്കരുത്. അങ്ങനെ അനേകായിരം സ്ത്രീകളെ ക്രിസ്തുമതം ഉന്മൂലനം ചെയ്തു. ആ സ്ത്രീകൾ ആർജിച്ച വിജ്ഞാനം, എഴുതിയ പുസ്തകങ്ങൾ, മനുഷ്യരെ മാറ്റിത്തീർക്കാനുള്ള അവരുടെ രീതികൾ എല്ലാം അവരോടൊപ്പം നശിപ്പിക്കപ്പെട്ടു. വിച്ച് എന്ന പദം മോശപ്പെട്ടതാണെന്ന് ധരിക്കേണ്ട. പോപ്പ് എന്ന പദത്തെക്കാളും ആദരവർഹിക്കുന്ന പദമാണത്. ജ്ഞാനി എന്ന് വിളിക്കാവുന്ന ആളല്ല പോപ്പ്. പാപ്പമാർ കേവലം തത്തകൾ മാത്രമാണ്. നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യം നിങ്ങളുടെ മുജ്ജന്മവുമായി ബന്ധപ്പെട്ടതാണെന്ന് വരാം. നിങ്ങളിൽ ഓർമ്മ ഉണർത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിന്റെ അബോധതലത്തിൽ അവ ഇപ്പോഴും ഉണ്ടെങ്കിൽ അന്നേറ്റ മുറിവ് അത്രയും ആഴത്തിലുള്ളതായിരിക്കണം. അതിന്റെ തീവ്രതയാവണം പുരുഷന്മാരെ വെറുക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അന്നത് ചെയ്തത് പുരുഷന്മാരായിരിക്കണം. എന്നാൽ അത് വളരെ ലളിതമായ ബന്ധപ്പെടുത്തലാണ്. ആ ബന്ധപ്പെടുത്തൽ ഉപേക്ഷിക്കുക. അന്നത് ചെയ്തത് പുരുഷനായിരുന്നില്ല, ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്ത്യാനികൾ അത്തരത്തിൽ പല കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിശ്വസനീയമാണവ. എന്നിട്ടും സത്യത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അസത്യങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ മതക്കാരാണ്. സാധ്യമായ എല്ലാ വിധേയനയും ലോകത്തെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവരാണ്. മനുഷ്യ മനസ്സിനെ അസത്യങ്ങൾ കൊണ്ട് മലിനീകരിക്കുന്നവരാണ്. അതുകൊണ്ട് അങ്ങനെയൊരു വിരോധം പുരുഷന്മാരോട് തോന്നേണ്ടതില്ല. ക്രിസ്ത്യൻ അതിക്രമങ്ങളോട് വിരോധമുണ്ടായാൽ മതി. 2000 വർഷങ്ങളായി ക്രൈസ്തവ മതം
ദൈവത്തിന്റെയും യേശുവിന്റെയും ദേശത്തിന്റെയും പേരിൽ മനുഷ്യരെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് പഴിക്കുന്നത് തീർത്തും ശരിയാണ്. എന്നാൽ എല്ലാ പുരുഷന്മാരും ക്രിസ്ത്യാനികളല്ലെന്ന് ഓർക്കുക. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ നിങ്ങൾ ഒരു ഹിപ്നോട്ടിക് പ്രക്രിയയ്ക്ക് വിധേയമാകുന്നത് നന്നായിരിക്കും. ഒരുപക്ഷെ അക്കാലത്തെ കലികകളുടെ രീതികൾ എന്തൊക്കെയായിരുന്നുവെന്നും അവർ പുരുഷന്മാരെ മാറ്റിയെടുത്തത് എങ്ങനെയായിരുന്നു എന്നുമൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാനായേക്കും. കലികകൾ അപകടമായിരുന്നില്ലെങ്കിൽ ക്രൈസ്തവ സഭ അവരെ കൊന്നൊടുക്കുമായിരുന്നില്ല. അവർ യഥാർത്ഥ അപകടമായിരുന്നു. അവരോട് തുലനം ചെയ്യുമ്പോൾ ക്രിസ്തുമതത്തിന് മനുഷ്യന് നൽകാൻ ഒന്നുമുണ്ടായിരുന്നില്ല. അടുത്തതാണ് അടുത്ത ഹെഡിങ്, വനിതാ വിമോചനം. ഇന്നത്തെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടിയന്തര ആവശ്യം എന്താണെന്നാണ് അങ്ങ് കരുതുന്നത്? സ്ത്രീ എന്നും അടക്കി ഭരിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ആസ്തിക്യം നിരാകരിക്കപ്പെടുകയും ചെയ്തതുകൊണ്ട് വിരൂപയായി തീർന്നു. നിങ്ങളുടെ പ്രകൃതം അതിന്റെ ആന്തരിക ആവശ്യങ്ങൾക്ക് അനുഗുണമായി ചിരിക്കാൻ അനുവദിക്കപ്പെടാതിരിക്കുമ്പോൾ പുളിക്കുന്നു വിഷമായി തീരുന്നു. യുഗങ്ങളായി ദുഷിക്കപ്പെട്ടവളായതുകൊണ്ട് സ്ത്രീ യഥാർത്ഥ സ്ത്രീ അല്ലാതായി. സ്ത്രീ ദുഷിക്കപ്പെടുമ്പോൾ പുരുഷനും സ്വാഭാവിക അവസ്ഥയിലാവാൻ കഴിയില്ല. കാരണം പുരുഷന് ജന്മം നൽകുന്നത് സ്ത്രീയാണ്. മാതാവിന്റെ അവസ്ഥ അവൾ ജന്മം നൽകുന്ന കുഞ്ഞിനെയും ബാധിക്കും. സ്ത്രീ നിശ്ചയമായും മോചനം അർഹിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് വിമോചനത്തിന്റെ പേരിൽ നടക്കുന്നത് അത്രയും മംഗത്വമാണ്. അത് അനുകരണം മാത്രമാണ്, വിമോചനമല്ല. സ്ത്രീ വിമോചന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ധാരാളം വനിതകൾ ഇവിടെ എന്നോടൊപ്പമുണ്ട്. അവരിവിടെ ആദ്യമായി വന്നപ്പോൾ വളരെ കലഹോത്സുകികളായിരുന്നു. ആ അവസ്ഥ എനിക്ക് മനസ്സിലാകും. നൂറ്റാണ്ടുകളായി തുടർന്ന അടിച്ചമർത്തൽ അവരെ അത്തരത്തിലാക്കിയതാണ്. അതിനുത്തരവാദി പുരുഷൻ മാത്രമാണ്. എന്നാൽ പതുക്കെ അവർ സുഭകരായി. അവരുടെ കലഹവേഷം അപ്രത്യക്ഷമായി. അവർ ആദ്യമായി സ്ത്രീകളായി. യഥാർത്ഥ വിമോചനം സ്ത്രീയെ പുരുഷന്റെ അനുകരണമല്ലാത്ത, കലർപ്പില്ലാത്ത സ്ത്രീയാക്കുന്നു. എന്നാൽ സ്ത്രീ പുരുഷനെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത്. പുരുഷൻ സിഗരറ്റ് വലിക്കുന്നത് കൊണ്ട് അവളും വലിക്കുന്നു. പുരുഷൻ ജീൻസ് ധരിക്കുന്നത് കൊണ്ട് അവളും ധരിക്കുന്നു. പുരുഷൻ എന്തെങ്കിലും ചെയ്താൽ സ്ത്രീക്കും അത് ചെയ്യണം. ഒരു രണ്ടാംകിട പുരുഷനാകാൻ ശ്രമിക്കുകയാണ് സ്ത്രീ. ഇതല്ല വിമോചനം, ഇത് കൂടിയ അടിമത്തമാണ്. ആദ്യത്തെ അടിമത്തം പുരുഷൻ അടിച്ചേൽപ്പിച്ചതാണെങ്കിൽ രണ്ടാമത്തേത് സ്ത്രീ സ്വയം ഭരിച്ചതാണ്. അതുകൊണ്ട് അത് കൂടുതൽ അഗാധമായ അടിമത്തമാകുന്നു. മറ്റൊരാൾ അടിച്ചേൽപ്പിച്ച അടിമത്തത്തിനെതിരെ നിങ്ങൾക്ക് കലഹിക്കാം. എന്നാൽ അടിമത്തം സ്വയം ഭരിച്ചതാകുമ്പോൾ കലഹത്തിന് ഒരു സാധ്യതയുമില്ല, ഒരിക്കലും. സ്ത്രീ എപ്പോഴും സ്ത്രീയായിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലതും അവളെ ആശ്രയിച്ചിരിക്കുന്നു. അവൾ പുരുഷനേക്കാൾ പ്രാധാന്യമുള്ളവളാണ്. അവൾ പുരുഷനെയും സ്ത്രീയെയും ഗർഭത്തിൽ വഹിക്കുന്നവളാണ്. അവൾ വിഷലിപ്തമായാൽ അവളുടെ മുലപ്പാലും വിഷലിപ്തമാകും. മക്കളെ വളർത്തുന്ന വിധവും വിഷലിപ്തമാകും. സ്ത്രീക്ക് സ്ത്രീയായിരിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലെങ്കിൽ പുരുഷന് പുരുഷനായിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടാകില്ല. പുരുഷന്റെ സ്വാതന്ത്ര്യത്തിന് സ്ത്രീയുടെ സ്വാതന്ത്ര്യം അനിവാര്യമാണ്. സ്ത്രീ അടിമയാണെങ്കിൽ അവൾ പുരുഷനെയും അടിമയാക്കും. അവളുടെ രീതികൾ അതിസൂക്ഷ്മമാണ്. അവൾ പുരുഷനോട് നേരിട്ട് പൊരുതുകയില്ല. അവളുടെ പോരാട്ടം പരോക്ഷമായിരിക്കും. അത് സ്ത്രൈണമായിരിക്കും. അവൾ കരയും, കണ്ണീരൊഴുക്കും. അവൾ നിങ്ങളെ അടിക്കുകയും തൊഴിക്കുകയുമില്ല, പക്ഷേ സ്വയം മർദ്ദിക്കും. ഇങ്ങനെ സ്വയം മർദ്ദിക്കുന്നതിലൂടെ, കണ്ണീരൊഴുക്കുന്നതിലൂടെ അവൾ ഏറ്റവും കരുത്തനായ പുരുഷനെയും സ്ത്രീജിതനാക്കും. സ്ത്രീക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ പുരുഷനെയും സ്വതന്ത്രനാക്കുന്നു. നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണിത്. നാം ഒരാളെ അടിമയാക്കുമ്പോൾ നമ്മളും ആത്യന്തികമായി അടിമയായിത്തീരുന്നു. നിങ്ങൾക്ക് സ്വതന്ത്രരായിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സ്വാതന്ത്ര്യം നൽകുക. സ്വാതന്ത്ര്യം നേടാനുള്ള വഴി അതുമാത്രമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പോർഷൻ ഇതോടെ നമ്മൾ നിർത്തുകയാണ്. നമ്മൾ ഇവിടെ വരെ വായിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് നമുക്കിത് അടുത്ത ഡേയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡേ 6 ഇവിടെ എൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി ഡേ 7 ആയിട്ട് നമുക്ക് നാളെ കാണാം. സോ ഞാൻ ഈ വായിക്കുന്നതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് പറയാവുന്നതാണ്. പിന്നെ ഇതൊരു ഹാഫ് പോർഷൻ ആകുമ്പോഴത്തേക്കും ഈ ഹാഫ് പോർഷനിൽ എനിക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലായത്, അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പകുതിയോളം വായിച്ചിട്ട് എന്താണ് അതിലൂടെ നമുക്ക് തരുന്ന ആ ഒരു അർത്ഥം എന്താണെന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഇതൊരു ഹാഫ് പോർഷൻ, ഈ ബുക്കിൻ്റെ ഹാഫ് പോർഷൻ ആവുമ്പോൾ ഞാനത് ഷെയർ ചെയ്യാം. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. സൈനിങ് ഓഫ് ഫ്രം സ്നേഷ വ്ലോഗ്സ്. ബൈ.